ഹേ ഗൈസ്, പുതിയൊരു ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ ഒരു ചെറിയൊരു ഇന്ന് ചെറുതായിട്ട് പോണം. എല്ലാവരും എങ്ങനെയാണ് തീരുമാനിച്ചില്ല, അത് സെറ്റ് ചെയ്യണം. അങ്ങനെ ഇന്ന് ചെറിയൊരു ബിസി ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് നിന്ന് ഫ്രെയിം സെറ്റാക്കാം. ഫ്രെയിം സെറ്റാക്കിയതിന് ശേഷം നേരെ പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കണം. ആ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഇന്ന് ഫുള്ള് തിരക്കിട്ട ഒരു ദിവസമാണ്. അപ്പോൾ നൈറ്റ് ഷൂട്ട് എല്ലാം ക്ലിപ്പ് ഇരിക്കുകയാണ്. ഇന്നലെ അതേപോലെ തന്നെ കുറേ നല്ല ഇതായിട്ടായിരുന്നു, നല്ല പണിയുണ്ടായിരുന്നു. എല്ലാ പരിപാടിയൊക്കെ ഒതുക്കിയിട്ടാണ് നൈറ്റ് ഷൂട്ടിന് പോയി. അവിടെ പോയി ഫുള്ളി കിളി പോയി. നേരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ചാർജൊക്കെ തീർന്നുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഫുള്ള് സെറ്റാക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെറിയൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് കണ്ടില്ലേ, ഒരു ലാബിൽ ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല ഗൈസ്. അതൊരു ക്രാഫ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്, ഈ ഒരു ലോഗോ ഒട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോൾ ഇതെല്ലാം അവർ ചെയ്ത മോഡലാണ്, അവർ ചെയ്തു തന്ന മോഡലാണ്. ഞാൻ പിന്നടിച്ച് ഫ്രെയിം ആക്കിയത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കപ്പി പിടിക്കുക, നേരെ പള്ളിയിൽ പോവുക, കുളിക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. കാണിച്ചാ നിന്റെ മോക്കം കണ്ട നിന്നെ ആരെന്നോലും അറിഞ്ഞൂടാ. നീ ഇങ്ങോട്ട് പൊന്മുടിയിലെ വ്ളോഗില് അഭിനവൻ അന്വേഷിച്ചു കുറെ പേര് കണ്ടില്ലേ, കമന്റ് കിടക്കാൻ. അതിലാകെ ഒരു കമന്റ് വന്നു, അല്ലെങ്കിൽ ആയിട്ട് വാച്ചാ വാച്ചാടാ. ഒരു കാര്യം ചെയ്യാം, വാച്ച് ചെറിന്റെ കൂടെ അവ ഇട്ടോണ്ടിരിക്കും. ഇന്ന് ദിശാല് ബ്ലോഗിലില്ല, നമ്മളാണ് ഇന്ന് ബ്ലോഗ്. ഞാൻ തുടങ്ങാം. ഹലോ നമ്മളെ ഹോട്ട് സീറ്റിൽ കെവി മാത്യു. ഒന്ന് ഇങ്ങോട്ട് തിരികെ വേണ്ട. വിശാലുണ്ട്, കാസിലുണ്ട്. അങ്ങനെ ലക്ഷ്മിയിലെ വീട്ടില് പോകാൻ പോവാണ് നമ്മളെല്ലാവരും. ഇൻട്രോ ഞാൻ എടുത്തൊരു ഇൻട്രോ ഉണ്ട്, ഇല്ല ഇൻട്രോയ്ക്ക് ഞാൻ നേരത്തെ രാവിലെ മുതല് എല്ലാം സെറ്റ് ഇല്ല. ഇനി പാട്ട് ഇല്ലാത്തോണ്ട് ചെറിയൊരു ഇതെടുക്കാൻ വിചാരിച്ചു. കാറിലാണ് പോണേ.
അത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? ഡാൻസ് മാത്രമല്ല ഇതേപോലെ പറയും. കേസിൽ ഇന്നും കൂടെ നമ്മളിവിടെ ഉള്ളൂ. പിന്നെ അടൂര് എന്തെന്നോ പഠിക്കാൻ പോകണം. ഗൈസ്, ഇതാണ് അവരെ വീട്. ചായ കുടിച്ചോണ്ടിരിക്കും. ഞാൻ മ്യൂട്ട് ചെയ്തില്ല. അപ്പൻ മുടി ബ്ലോഗ് ഒന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്റെ റേഞ്ച് മാറി. എല്ലാം ഉണ്ട് അതേപോലെ. ഒന്ന് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞുള്ളൂ. അത് നോക്കി കട്ട് ചെയ്ത് കളഞ്ഞു. അതിവന്റെ ശ്രേയസിന്റെ ഒരു കാര്യം. ഇതാണ് വീട് ഗൈസ്. നമ്മൾ ആദ്യത്തെ കയറാം. ചായ കുടിച്ചിട്ട് വരും ഗൈസ്. വീടെല്ലാം കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. കട്ടിലെ കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കും. ജെറിന്റെ വക കട്ടില്ല. വീട് പാല് വെച്ച് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 4 മണിക്ക് ഷൂട്ട് പറഞ്ഞാണ്. ഇപ്പം തന്നെ 5:30. സമയം എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. വലിയ കുളം ഇവന്റെ നമ്മളെ NSSന് ക്യാമ്പ് നടന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ കാറിൽ നിന്ന് നേരെ ബൈക്കിലോട്ട് കയറി. യൂസ് യുവർ ഹെൽമെറ്റ് ഇല്ല. നമ്പർ കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ ഗൈസ്, യൂസ് യുവർ ഹെൽമെറ്റ്. നമ്മൾ നേരത്തെ ഇവിടെ കൂടെ ആയിരുന്നു വന്ന്. ഇവിടെ നിന്ന് മാറി നമ്മൾ ഇവിടെ കൂടെ പോകുന്നു. ബൈക്കിൽ പയ്യന്മാരുണ്ട് ഗൈസ്. 4-5 വണ്ടിയായിട്ടാണ് വന്നത്. ഇല്ല എന്റെ ഫാൻസ് ഉണ്ട്. ഗൈസ്, ഇന്ന് അവിടെ പാലിയാസിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളുണ്ടായിരുന്നു. തിരിഞ്ഞ് പക്ഷെ ഈ വാക്കില് ഒരുപാട് കുരിശിടി കേട്ടാ. അതായത് മൂലയിൽ എല്ലായിടത്തും ഇത് നമുക്ക് കാണാൻ പറ്റിയ കുരിശ് കണ്ടില്ലേ? ഇവിടെ നമ്മൾ നേരത്തെ നിന്നടുത്ത് ഗൈസ് നമ്മൾ വരാനായിരിക്കുന്ന ആ സ്പോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ആ പാക്ക് പോകാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇവനാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ കണ്ടില്ലേ നടപ്പാത, റോഡ് അങ്ങനെയൊക്കെ ആയിട്ട്. എന്താ കാണിങ്ങനെ ചാടാൻ പോണ? വണ്ടി അവിടെ ഒതുക്കി. ഗൈസ്, ഒരു ദിവസം വന്ന് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തെന്നൊക്കെ പറയാം. കഷ്ടപ്പെട്ടതാണ്. ഇതാ ഇത്രേ തെളിവുണ്ടാ? ഉണ്ട്, കാണണോ? ആ സുജിനൊക്കെ നിന്ന് വൃത്തിയാക്കണ കാണണം. നീയൊക്കെ ചുമ്മാ കാണാൻ പോയിരുന്നു. സുജി മാത്രമല്ല, ആ പോയിന്റിലാണ് സാധനം മറ്റേ നരം കളിച്ചത്. ആ പോയിന്റ് ഇതൊക്കെ ഫുള്ള് നിങ്ങൾ ക്ലീൻ ചെയ്താന്ന്. അങ്ങൊക്കെ ഇറങ്ങി. പക്ഷെ അവിടെ വീണ്ടും നെക്സ്റ്റ് പിടിക്കില്ലേ ബ്രോ? കൊള്ളാം ഗൈസ്. ഇവിടെ നടക്കാൻ വേറൊരു ഫീൽ. രാത്രി നമ്മളിവിടെ മൊത്തം മറ്റേ കാർത്തിക അതിനൊക്കെ വയ്ക്കണേ ഗൈസ്. നോക്ക്, ഊഞ്ഞാൽ കണ്ട വിടൂല ഗൈസ്.
നൈറ്റായി, നൈറ്റ് ആവാറായി. ടാറ്റാ. കറങ്ങി പോവാന്നാ നീയൊക്കെ പോയതെന്നല്ലേ പറയുന്നത്. നടന്നു പോയപ്പോ കുളിക്കാൻ പോയത് നടന്നല്ലേ. അപ്പുറത്താണ് മറ്റേ കടവ്. അയ്യോ പട്ടി പട്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഹാണടി എന്തറാ അങ്ങോട്ട് വീഡിയോ എടുക്കുക. ഇത് നമ്മൾ അങ്ങനെ ഇവർ NSSന്റെ എന്തോ ക്യാമ്പ് ഇവിടെ വെച്ചായിരുന്നു എന്നൊക്കെയാണ് ഇവന്മാര് പറയണത്. എന്തിനാ എങ്ങോട്ട് റസൂം ചെയ്യണേ? അയ്യോ അടിപൊളി വീട് ഇത് കൊള്ളാം. കാട് പിടിച്ചോളൂ. ഞാൻ വന്നില്ല. ഓ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നതാ. ഞാൻ വന്നപ്പോ ആരോപണമാണ്. നടക്കുന്നത് നമ്മളതിനെ പറഞ്ഞു അറിയില്ലല്ലേ. അതെന്നെ പറയുള്ളൂ. അതില്ല വരുവാണ് കിളിപ്പച്ചായ കൊണ്ട് അറിയാം. ഈ ഗൈസ് അങ്ങനെ ചെറിയൊരു വ്ളോഗ് ആയിരുന്നു. അപ്പോൾ പാലിയച്ചിൻ്റെ അവിടെ നേരെ പോയി വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവിടുത്തെ അവരെ തിരക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി വീടും കണ്ട് ഫുഡും കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ ഇരുന്നിട്ട് നേരെ പോയത് ആ ഒരു കുളത്തിലോട്ടാണ്. പക്ഷേ അവിടെ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ അവിടെയും കുറച്ച് നേരം നിന്നിട്ട് നേരെ ഇങ്ങ് വന്നു. പക്ഷേ ഇന്ന് നൈറ്റ് ഷൂട്ട് പ്ലാൻ ചെയ്തായിരുന്നു. നൈറ്റും അല്ല 4 മണിക്ക് പ്ലാൻ ചെയ്തതാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയപ്പം തന്നെ ഒരു 6:30 അത് നൈസായിട്ട് ക്യാൻസലായി. പിന്നെ ക്യാമറ വീഡിയോ എടുക്കാൻ ഒരു പയ്യനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഷൂട്ട് ഷെഡ്യൂൾ ചെയ്ത് വേറെ ഒരു ദിവസത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആണ് നോക്കുന്നത്. അപ്പോൾ അത് മാക്സിമം കവർ ചെയ്യാനായിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇന്നലെ അതിൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും അതിൻ്റെ ബാലൻസ് ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ നമ്മൾ വേറൊരു ദിവസം സെറ്റ് ചെയ്യും. അതിൻ്റെ വ്ളോഗായിട്ട് ഞാൻ എന്തായാലും വരാം. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ഫൺ വ്ളോഗായിരുന്നു. കാണും എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വ്ളോഗ് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.